ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഭയമാവും നമുക്കൊക്കെ, പ്രത്യേകിച്ച് കൊച്ചി കൂടെ കണക്കാൻ വേണ്ടി. ഇവരൊക്കെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് സാധനമാണ് അടിക്കുന്നതെന്നായിരിക്കും ആളുകൾ ഇപ്പോൾ കരുതുക. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പൊ നാട്ടിൽ നടക്കുന്ന. ഒറ്റപ്പെട്ടതെന്ന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി പരാക്രമം. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ രാത്രി 12:15 സംഭവം. നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു. പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു. സുഹൃത്ത് കോഴിക്കോട് സ്വദേശി റെസ്ലിയും കസ്റ്റഡിയിലാണ്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പാലാരിവട്ടം സ്വദേശി തന്നെയാണ്. ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയുടെ പേര് റിസ്ലി എന്നാണ്. 23 വയസ്സുള്ള ഈ റിസ്ലി കോഴിക്കോട് സ്വദേശിനിയാണ്. ലഹരിക്ക് അടിമയാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ റിസ്ലി എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പോലീസ് അവിടെ എത്തി ഈ പെൺകുട്ടിയെ കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചപ്പോൾ വനിതാ പോലീസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് കൂടുതൽ വനിതാ പോലീസുമായി എത്തിയിട്ടാണ് റിസ്ലിയെ കസ്റ്റഡി എടുക്കുന്നത്. അപ്പോഴാണ് ഈ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു NDPS കേസുണ്ട്. കൂടാതെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ തന്നെ കഴിഞ്ഞ 2024 ഡിസംബർ മാസത്തിൽ ഒരു കേസ് ഈ പെൺകുട്ടിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. പെൺകുട്ടി ഒരു ഹോസ്റ്റൽ അടിച്ച് തകർത്തു എന്നായിരുന്നു ആ കേസ്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് വളരെ പാടുപെട്ടാണ് ഈ യുവതിയെയും യുവാവിനെയും കീഴടക്കിയത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും ഈ റിസ്ലി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. ഈ സമയം ഇത് തടയാനെത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള നസീറയുടെ മുഖത്ത് അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പോലീസിനോട് യാതൊരുവിധമായ സഹകരണവും ഈ പെൺകുട്ടി നടത്തുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തർക്കുത്തരമാണ് പറയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടുവാനുള്ള നമ്പറൊന്നും പെൺകുട്ടി നൽകിയില്ല. പിന്നീട് ഈ പെൺകുട്ടിയുടെ, അതായത് റിസ്ലിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു സുഹൃത്തിന്റെ നമ്പർ എടുത്ത് അവരെ ഈ അറസ്റ്റ് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഭയമാവും നമുക്കൊക്കെ, പ്രത്യേകിച്ച് കൊച്ചി കൂടെ കണക്കാൻ വേണ്ടി. രാത്രി എന്ന സാധനം വീണ് കഴിഞ്ഞാൽ വെരി ഡേഞ്ചർ. ആണെന്നോ പെണ്ണെന്നൊന്നുമില്ല, എല്ലാം മരുന്നാണിപ്പം. ഒരു 10 പേരെ യുവാക്കളെ നമ്മുടെ മുമ്പിൽ കണ്ടാൽ അതിൻ്റെ അകത്തൊരു 3 പേരുടെയും കയ്യിൽ എന്തെല്ലൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കയ്യിൽ കാണും. ആ ഒരവസ്ഥയാണ് നമ്മളിപ്പം കണ്ടുപോകുന്നത്. പോലീസുകാർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ മേലാത്ത അവസ്ഥ. പിന്നെ സാധാരണക്കാരുടെ നേരെ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ ദിവസവും കൂടുമ്പം ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യം, ഒന്നേ അച്ഛൻ, അമ്മ, അല്ലെ പെങ്ങൾ, ഭാര്യ, കൂട്ടുകാരി, നാട്ടുകാരൻ, ആരെല്ലൊക്കെ തല്ലിക്കൊല്ലും, അല്ലെ കുത്തിക്കൊല്ലും. അതാണ് നമ്മൾ ഡെയിലി വാർത്തയൊക്കെ കേൾക്കുന്നത്. നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ എപ്പോഴും ഗോഡ്സ് ഓൺ കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമുക്ക് പറയാൻ അവകാശമിരിക്കുന്നത്? അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ അധികാരികളും നമ്മുടെ പോലീസ് എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെണ്ടയ്ക്ക മുഴുവൻ നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്ന് എഴുതി വെക്കുക നാണംകേടാ. അത്യാവശ്യം വാർത്തയൊക്കെ വായിക്കുന്ന ആളുകൾക്കിടയിൽ അന്യ സംസ്ഥാനത്തുള്ളവർക്കൊക്കെ ഈ വിവരങ്ങളൊക്കെ അറിയാം. അവർ വൈകുന്ന നമ്മൾ തന്നെ പൊട്ടന്മാരാണോ എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ കാണുമ്പോൾ സത്യം വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ 10 വയസ്സുള്ള പെൺകുട്ടീനെ 16 വയസ്സുകാരനും 19 വയസ്സുകാരനോട് ചേർന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കൂട്ടുകാർക്കിടയിൽ നിന്ന് കൊണ്ട് റേപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അയൽവാസിയെ തല്ലിക്കൊല്ലുക. ഇപ്പം ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിൽ 10 വയസ്സുകാരെ 16 വയസ്സുകാരനെ ദുർഘട പാഠശാലയിലോട്ട് മാറ്റി. 16 വയസ്സുകാരനായതുകൊണ്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. 19 വയസ്സുകാരനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്, പോലീസ് കസ്റ്റഡിയുണ്ട്. ഇപ്പം 16 വയസ്സുകാരനെ എന്തിനാണ് പഴയ പോലെ 18 വയസ്സിൽ താഴെ എന്ന് പറയാൻ പറ്റില്ല, മൈനർ ആവില്ല. ഇപ്പോൾ ഒരു 10 വയസ്സിൽ താഴെ മൈനർ എന്ന് പറയാൻ പറ്റുള്ളൂ.
പിള്ളേർക്കൊക്കെ ഭയങ്കര വളർച്ചയും ചിന്താഗതിയും മാനസികാവസ്ഥയൊക്കെ മാറി അവർ കഴിക്കുന്ന മരുന്നുകളുടെ വ്യത്യാസം അതൊക്കെ വന്നപ്പോൾ നമുക്കിനി മൈനർ എന്ന് പറയാൻ 8 വയസ്സിൽ താഴെ നമുക്ക് മൈനർ പറയുന്ന പോലെ തന്നെ 10 വയസ്സിൽ താഴെ മൈനറാക്കണം. 10 മുകളിലോട്ട് നമ്മൾ മൈനർ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വരും. അതാണ് നാടിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുന്നതിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളാരും പൊട്ടന്മാരല്ലോ, നമ്മൾ വാർത്തകളൊക്കെ കാണുന്നില്ലേ. ഞാൻ ഈ വീഡിയോ പറയുമ്പം അധികാരികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ പോടാ നീ ചുമ്മാതെ ഓരോന്നും ഡയലോഗ് അടിക്കുമല്ലേ അല്ലേ നീ ആരുടെ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി സുഹൃത്തെ നമ്മൾ ഈ നാട്ടിലുള്ള വ്യക്തിയാണ്, വാർത്തകളൊക്കെ കാണാറുണ്ട്. അന്ധനല്ല, ഞാൻ ആരുടെ അണിയല്ല, ഭക്തനല്ല, ആരാധകരല്ല. നിങ്ങൾ ആരുടെയും അണിയോ ഭക്തനോ ആരാധകനാണെങ്കിൽ നിങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുമായിരിക്കും. സ്വന്തം വീട്ടിൽ ആർക്കല്ല ഈ അനുഭവം വരുമ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നോട് എതിർത്തുകൊണ്ട് വരുന്നോട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തെറി വന്നിട്ട് കാര്യമില്ല, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന. ഒറ്റപ്പെട്ടതെന്ന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. 10 വയസ്സുള്ള പെൺകുട്ടിയെ 16 വയസ്സുകാരൻ റേപ്പ് ചെയ്യുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. 19 വയസ്സുകാരുടെ കൂട്ടുപിടിച്ച് സ്വന്തം അമ്മയെ കൊല്ലുന്നതും അച്ഛനെ കൊല്ലുന്നതും അമ്മയെ തല്ലിക്കൊല്ലുന്നു, അച്ഛനെ തല്ലിക്കൊല്ലുന്നു, കൂട്ടുകാരനെ തല്ലിക്കൊല്ലുന്നു, കൂട്ടുകാരെ തല്ലിക്കൊല്ലുന്നു, കാമുകയെ തല്ലിക്കൊല്ലുന്നു, അമ്മയെ തല്ലിക്കൊല്ലുന്നു, അമ്മായിപ്പനെ തല്ലിക്കൊല്ലുന്നു, അമ്മായിമ്മയെ തല്ലിക്കൊല്ലുന്നു, അമ്മായിമ്മയെ കല്യാണം കഴിച്ച് പോവുക, അല്ലെ അമ്മായിപ്പനെ. മരുന്നിൻ്റെ ഒരു ലോകമാണ്. ഇത് പരിശോധിക്കേണ്ടതാണ്. അത് ഭരണാധികാരികളാണ് പരിശോധിക്കേണ്ടത്. ഇപ്പം ഞാനോ നാട്ടുകാരോ സാധാരണക്കാരോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാർക്ക് കുറച്ച് കുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യുന്നു, അങ്ങോട്ട് കയറിച്ച് നമുക്ക് പറയാൻ പറ്റും നീ ആളെന്ന് ചോദിക്കില്ലേ? ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കൂട്ടിക്കൊണ്ടിരുന്നാൽ ഇതിങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഇങ്ങനെയല്ലായിരുന്നു, അങ്ങനെ തന്നെ പറയണം, ഇങ്ങനെയല്ലായിരുന്നു. എന്തായാലും ഈ ലഹരി ഉപയോഗിച്ചുള്ള ഒരു ലഹരിയാണ് ഈ ആക്രമണത്തിന് പ്രകോപനത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന സൂചന. ശരി സജിൻ, എന്നാലും ഇവരൊക്കെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് സാധനമാണ് അടിക്കുന്നതെന്നായിരിക്കും ആളുകൾ ഇപ്പോൾ കരുതുക. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. തൊഴിലില്ലായ്മ ഇതൊരു വലിയൊരു ഘടകമുണ്ട്, നാടിൻ്റെ തൊഴിലില്ലായ്മ. അപ്പം ചെറിയ ചിലവിൽ കിട്ടുന്ന സാധനം കൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ അടിച്ച് കിളി പോവുക എന്നുള്ളതാണ്. പണ്ടൊക്കെ മദ്യമായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. സിഗരറ്റ് വലിക്കുക, മദ്യപിക്കുക. സിനിമ തുടങ്ങുമ്പോഴൊക്കെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരം. ഇനി ഈ ലഹരി പദാർത്ഥങ്ങൾ നേരത്തെ ഹുക്ക, പാൻപരാഗ്, തമ്പാക്ക് എന്നൊക്കെ പറയുന്നത്. ഇനി തന്നെ MDMA ശരീരത്തിന് ഹാനികരം എന്ന് എഴുതിക്കണം. MDMA രാസലഹരികൾ ശരീരത്തിന് ഹാനികരം എന്ന് എഴുതാൻ തുടങ്ങിക്കുക. അതായിരിക്കും നല്ലത്. ഈ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കുട്ടികളെ അത് പറഞ്ഞ് ബോധവൽക്കരിക്കുകയുണ്ട്. ചെറു ക്ലാസ്സുകൾ മുതൽ തന്നെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കണം. നിയമത്തെക്കുറിച്ച് പഠിക്കുന്നത് ഞാൻ പണിഷ്മെൻറ്റ്സാണ് പഠിക്കേണ്ടത്. അപ്പം താനിത് ചെയ്താൽ ഇന്ന പണിഷ്മെൻ്റ് അതെനിക്ക് കിട്ടുക എന്നുള്ളത് ബോധവൽക്കരിക്കുക. അപ്പം നിയമം പഠിച്ച് നിയമത്തിൻ്റെ അകത്തെ പണിഷ്മെൻറ്റ്സും പഠിച്ച് കഴിയുമ്പം പേടി വരും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത പ്രശ്നങ്ങളുണ്ടാകും. അതൊരു 10 വയസ്സ് മുതൽ 10 വയസ്സ് ഒരു ഞാൻ പറഞ്ഞത് 1-ാം ക്ലാസ് മുതൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മളെ എന്തൊക്കെ ചവർ പഠിപ്പിക്കുന്നു. ഒരു യൂസും ഇല്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ചരിത്രവും പല കാര്യങ്ങളും നമ്മൾ വെറുതെ പഠിപ്പിക്കുന്നുണ്ട്. ആസ് എ ഹ്യൂമൻ ബീയിങ് നാട്ടിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് മതിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ജീവിക്കാനും ജീവിതത്തിൽ നാട്ടിലുള്ള നിയമങ്ങളും പഠിക്കാതെ നമ്മൾ എന്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? നല്ലൊരു സിറ്റിസണായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് ഭരണാധികാരികളാണത്. 1-ാം ക്ലാസ് മുതൽ പോലീസുകാർ, റിട്ടയർഡ് ജഡ്ജസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുക. അവരിലൂടെ നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു 1-ാം ക്ലാസ് മുതൽ ബേസിക് തുടങ്ങി വേണം 10-ാം ക്ലാസ് ആകുമ്പം അവരൊരു LLB ഗ്രാജുവേറ്റ് പോലെ അത്രയും തന്നെ അറിഞ്ഞിരിക്കണം. അപ്പം പിന്നെ എന്നാ ഈ പണിഷ്മെൻറ്റ്സും ഈ നിയമത്തിൻ്റെ കുരുക്കുകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം സ്വയം എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രയോജനം. അത് 5 ഇയർ LLB എന്നുള്ളതല്ല, 3 ഇയർ LLB എന്നുമല്ല. ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ നമ്മുടെ കണ്ട ചവറൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. സമൂഹം സിറ്റിസൺസ് ഒന്നുമില്ല ആയിക്കഴിഞ്ഞാൽ എന്ത് ഭാവി തലമുറ, അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.